ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ എൻ്റെ ഒരു പഴയൊരു കോമ്പാക്ട് പൗഡറിൻ്റെ മിററാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ഒരു മിററിനെ നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡിനെ നമ്മുടെ മിററിനെക്കാട്ടി കുറച്ചുകൂടി സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ മൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പസോ അങ്ങനെ എന്തെങ്കിലും റൗണ്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ എളുപ്പത്തിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു കാർഡ്ബോർഡിലേക്ക് നമുക്ക് ഈ ഒരു മിററിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ പശ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്യണത് വേറൊന്നുമല്ല. ഇതിനിടയിൽ എൻ്റെ മോൻ എണീറ്റായിരുന്നു. അപ്പോൾ അവൻ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ കൈ വെച്ചിട്ടുള്ള അഭ്യാസം. അപ്പോൾ ഇതിപ്പോൾ വീഴും തോന്നുന്നുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു മിറർ നമ്മുടെ കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ഗ്രീൻ ആക്രിലിക് പെയിൻ്റാണ്. ഈ ഒരു പെയിൻറ്റ് നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൽ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ക്ലേ ആണ്. അപ്പം നമ്മൾ ക്ലേ വെച്ചിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യണത്. അപ്പം നമുക്ക് ക്ലേ ഒന്ന് റൗണ്ട് ചെയ്യാനായിട്ട് ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാം. അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു ബോൾസായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൈയിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നെയിൽ കട്ടറിനകത്തുള്ള നൈഫില്ലേ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 5 കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിനെയൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പം 5 എണ്ണം നമുക്ക് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്യണത്. 5 ഇതിലുള്ളൊരു ഫ്ലവറാണ് ചെയ്യണത്. ഇനി നമുക്ക് നടുക്കായിട്ട് ഈ ഒരു വൈറ്റ് ബോൾ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറുക്കിളി ആയാലും എടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഇതുപോലെ അടുത്ത ക്ലേ ചെയ്യാനായിട്ട് 2 കളേഴ്സ് മിക്സ് ചെയ്യാണ് അടുത്ത ഫ്ലവർ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് റെഡും വൈറ്റുമാണ് മിക്സ് ചെയ്യണത്. ഈ 2 ക്ലേയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കയ്യിലിട്ടിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. 5 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉരുട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഈ 5 ബോൾസിനെയും നമുക്ക് ഒരു ഫ്ലവർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഫ്ലവറിന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓറഞ്ച് കളറ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അതേ പാറ്റേൺ തന്നെയാണ് എല്ലാ ഫ്ലവറും യൂസ് ചെയ്യണത് കേട്ടോ.
ഇതിപ്പോൾ നമ്മുടെ ഓറഞ്ച് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി യെല്ലോ കളറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കൈ ബ്ലൂ കളറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ 2 കളേഴ്സ്, അതായത് യെല്ലോയും ഓറഞ്ചും മിക്സ് ചെയ്തു. അപ്പോൾ അത്ര അങ്ങോട്ട് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ റെഡും ബ്ലൂവും കൂടിയിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി. ഒരു വയലറ്റ് കളറ് ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഓറഞ്ചും യെല്ലോയും വൈറ്റും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 8 ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ മിററിലോട്ടേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഗ്ലൂ ഗൺ എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരോ ഫ്ലവേഴ്സായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇൻഡോർ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു ലൈറ്റ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കണതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് ഇളകി പോരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.